വോൾട്ടേജ് കുറയ്ക്കുക, കൂട്ടുക, ഭയങ്കര രോഗങ്ങളാണ്. കണ്ടോ കൂടിയത്, ഇപ്പം കൂടി. അങ്ങനെ കൂടുക കുറയ്ക്കുക, ഭയങ്കര രോഗങ്ങൾ എന്തോന്നറിയത്തില്ല. ഇവിടെ ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ കുറേ ഗൂണ്ടകളുണ്ട്, ഗൂണ്ടായിസം നടത്തുന്നു ഇവിടെ. ഗൂണ്ടായിസം നടത്തുക. മോട്ടർ ഞങ്ങൾക്ക് ഓണാക്കാൻ പറ്റത്തില്ല, രാത്രി മോട്ടർ ഓണാക്കാൻ പറ്റത്തില്ല. ഇവിടെ കഥകൾ വേറെ. മോട്ടർ ഓണാക്കിയാൽ ഞാനിവിടെ ഉണ്ടെന്ന, മോട്ടർ ഓണാക്കിയില്ല ഞാനിവിടെ ഇല്ല, വേറെ കണ്ട് പുതിയ പുതിയ രീതികളാണ് ഇവിടെ. സാധനങ്ങളൊക്കെ ഓഫാക്കുന്നതനുസരിച്ച് ഇവിടെ ആളുകളുണ്ടോയെന്ന് പറയുന്നത്. ഇത് സദയമന്ദിരമാണ്. ഇവിടെ ഈ ക്യാമറയുടെ മുന്നിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. എന്നാലും കഥകളാണ് നമ്മൾ വേറെ എങ്ങാണ്ടാ കഥകൾ കിടന്നുറങ്ങുന്നതെന്നൊക്കെ. അല്ല, ഇതെൻ്റെ വീടാണ്. ഇത് കണ്ടില്ല, ഈ സാധനങ്ങളൊക്കെ എൻ്റേതാണ്. ഈ സാധനമൊക്കെ ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ വീടാണ് ഇത്. അല്ലാതെ കണ്ടവൻ്റെ ഒന്നും വീടല്ല. എൻ്റെ വീടിനകത്ത് ഞാൻ കിടന്നുറങ്ങുന്നത്. അല്ലാതെ കണ്ടവൻ്റെ ഒന്നും വീട്ടിലോ അല്ലാതെ അവിടെ ഇവിടെയൊന്നും പോയി ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ SNDPയിലും ഒന്നും പോയി. SNDPയിൽ ഗുരുദേവൻ്റെ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ട ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കൂടെ കിടന്നുറങ്ങാനുള്ള സ്ഥലമാണോ അത്? ആണോ? അവിടെ ആണോ? 323 നമ്പർ SNDPക്കകത്താണോ ആണും പെണ്ണും കൂടെ കിടന്നുറങ്ങുന്നത്? തോന്നിയാസം പറഞ്ഞുണ്ടാക്കുന്നവൻ്റെ ചെവിക്കുറ്റി അടിച്ച് പറിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തോന്നിയാസവും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നവൻ്റെ ചെവിക്കുറ്റി കാരണം അടിച്ച് പറിക്കേണ്ട സമയം കഴിഞ്ഞ്. SNDP അതിനുണ്ടാക്കിയിട്ടിരിക്കുകയല്ല അവിടെ കിടന്നുറങ്ങാൻ. ആണിനും പെണ്ണും കൂടെ കിടന്നുറങ്ങുന്ന സ്ഥലമല്ല SNDP. ഗുരുദേവൻ്റെ ഗുരുമന്ദിരത്തിലല്ല ആണും പെണ്ണും കൂടെ കിടന്നുറങ്ങുന്നത്. അത്തരം തോന്നിയവാസം പറഞ്ഞുണ്ടാക്കാൻ വന്ന കുറേ അവന്മാരാന്ന് വെച്ചാൽ സോമരാജനും ഒരു മോഹൻ സിംഗും സദാനന്ദ മന്ദിരത്തിലെ, പിന്നെ ഒരു സൽപ്പകവല്ലിയുടെ വീട്ടിൽ വന്ന് കയറി താമസിക്കുന്നവരവനുണ്ട്. ഒരു മലപ്പുറംകാരനൊരു സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവനും, പിന്നെ ഈ പത്മജൻ എന്ന് പറയുന്നവൻ അവിടെ പൂജ ചെയ്യുന്ന അവനാ അവിടെ കിടന്നുറങ്ങുന്നു, എൻ്റെ കൂടെ ഉറങ്ങുന്നു, എൻ്റെ കൂടെ പൊറുക്കുന്നു എന്നൊക്കെയാണ് കഥകൾ അവനിങ്ങനെ കുറേ കഥകളുമായിട്ട് നടക്കുക. അവന് ഭയങ്കര പ്രാന്ത്. അതുപോലെ സുബ്രഹ്മണ്യനും ഭയങ്കര പ്രാന്ത്. ഇതുവഴി ഇത് വഴിയാണ് എൻ്റെ അപ്പുറത്ത്. അപ്പോൾ അതുവഴി അവൻ്റെ വഴിയെ കൂടെ പോകുന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് കയറുന്ന അവൻ്റെ രോഗം. ഭയങ്കര രോഗങ്ങളാണ് തോന്നൽ രോഗം, എന്തൊക്കെയോ രോഗമാണ്. എന്തോ രോഗമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അവൻ്റെ രോഗം. ഇത്രയും രോഗമുണ്ടോ പൊന്നച്ചാ? നമ്മുടെ ദേഹത്തോട്ട് എപ്പോഴും ലേസറടി, മുഖത്തോട്ട് ലേസറടി, തലയിലോട്ട് ലേസറടി, സർവത്ര ലേസറും കൊണ്ടും ഇരിക്കുക. ഇതുപോലെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ലേസർ. നമ്മൾ ചോറ് തിന്നിട്ട് മാസങ്ങളായി. ചോറ്, പഞ്ചസാര ഇതൊക്കെ തിന്നിട്ട് മാസങ്ങളായി. എന്നാലും ഇങ്ങനെ അടിച്ച് വീർപ്പിക്കുക, ഗ്യാസ് അടിച്ച് വീർപ്പിക്കുക, പല പല വേലകളാണ്. ഇതുപോലെ ഗ്യാസ് അടിച്ച് വീർപ്പിക്കുക, അല്ലെങ്കിൽ വാട്ടർ റിറ്റൻഷൻ ഉണ്ടാക്കുക. ദിവസവും വാട്ടർ റിറ്റൻഷൻ ഉണ്ടാക്കല പരിപാടി. നമ്മളെന്തോ തിന്നുന്ന നോക്കിയിരിക്കുക. ഇവിടെ ഇങ്ങനെ നോക്കിയിരിപ്പാ ജോലിയന്മാർക്ക്, വേറെ ജോലിയൊന്നുമില്ല. ഇങ്ങനെ നോക്കിയിരിക്കുക, ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അവന്മാരുടെ ജോലി. അവർക്ക് വേറെ ജോലിയായിട്ടൊന്നും ഇല്ല. ഇവന്മാർ കുറേ എണ്ണം ക്രിമിനലുകൾ എങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിരിക്കുക. നമ്മളെന്തോ തിന്നുന്നു, എന്തോ കുടിക്കുന്നു. നമ്മളിതാ തിന്നുന്നത് ചേന. പിന്നെ ഏത്തപ്പഴം തിന്നാൽ എന്തെങ്കിലും എന്തോ അങ്ങ് വണ്ണം വെച്ചു. ഒരു ഏത്തപ്പഴം തിന്നുമ്പോഴത്തേന് ഒരു കൊല ഏത്തപ്പഴം തിന്നായിരുന്നു ഞാൻ പണ്ട്. ഞങ്ങൾ ഒരു കൊല ഏത്തപ്പഴമായിരുന്നു തിന്നുന്നത്. എന്നിട്ട് ഒരു വണ്ണവും വെച്ചില്ലായിരുന്നു പണ്ട് കൊച്ചിലെ. അങ്ങ് വണ്ണം വെക്കുമെന്നോ ഏതാണ്ടല്ലോ എന്തുവാണെന്നറിയത്തില്ല. വണ്ണം മുഖമൊക്കെ ഇങ്ങനെയാണ് വീർപ്പിക്കുന്നത്. വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങ് വീർപ്പിക്കുക. ഇതൊക്കെ ആർക്കാ ചെയ്യാൻ പറ്റാത്തത്?